മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് നിങ്ങൾ കണ്ടില്ലേ? PC ജോർജിനെ പ്രതീകാത്മകമായിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് പോലെ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള വെൽഫെയർ പാർട്ടി നടത്തിയ പ്രതിഷേധമാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇവരുടെ വെൽഫെയർ പാർട്ടി നമ്മുടെ സംസ്ഥാനമൊക്കെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യമൊക്കെ ഭരിക്കുകയാണെങ്കിൽ അവരുടെ ആഗ്രഹം ഇങ്ങനെയാണ്: എന്തെങ്കിലും ചെയ്താൽ കൈവിലങ്ങൊക്കെ വെച്ച് തെരുവിലൂടെ ഇങ്ങനെ വലിച്ച് കൊണ്ടുപോകണമെന്ന അവരുടെ ആഗ്രഹം. നിങ്ങൾ ഇത് തന്നെ കണ്ടില്ലേ? PC ജോർജിന്റെ മുഖം മൂടി വെച്ചിട്ട് ഒരാളെ നടത്തിക്കുന്നു. അതിന്റെ തൊട്ടടുത്തായിട്ട് പിണറായി വിജയന്റെ മുഖം മൂടി വെച്ചുകൊണ്ട് കയ്യിലൊരു വിശറിയൊക്കെ പിടിച്ചിട്ട് PC ജോർജ് ഇങ്ങനെ വീശി കൊടുക്കുന്നുണ്ട്. അതിന്റെ മറ്റൊരു ഭാഗത്ത് PC ജോർജിന്റെ മുഖം മൂടി വെച്ച വ്യക്തിയുടെ മറ്റൊരു ഭാഗത്ത് പോലീസ് ഉദ്യോഗസ്ഥനും ആ ഒരു പ്രതിഷേധ പ്രോഗ്രാമിൽ നിരന്തരം കാണുന്നുണ്ട് PC ജോർജിന്റെ മുഖം മൂടി വെച്ച വ്യക്തിയുടെ കാലൊക്കെ ഇങ്ങനെ പിടിക്കുന്ന രീതിയിൽ വിശറിയൊക്കെ വെച്ചിട്ട് വീശി കൊടുക്കുന്നു. അതേപോലെ PC കയ്യിൽ കൈവിലങ്ങൊക്കെ വെച്ചിട്ട് മുമ്പിലൊരു ചങ്ങലയുമായിട്ട് ഇങ്ങനെ നടക്കുന്നുമുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, ഈ വെൽഫെയർ പാർട്ടി എത്രത്തോളം വലിയ തെമ്മാടിത്തരമാണ് ഈ ചെയ്തിട്ടുള്ളത്. ഇതും നടന്നിട്ടുള്ളത് ഈരാറ്റുപേട്ടയിലാണ്. നമ്മൾ ഇവിടെയാണ് മലയാളികൾ ഗൗരവത്തിൽ കുറച്ച് കാര്യങ്ങൾ ചിന്തിക്കേണ്ടത്. നമ്മുടെ ഒരു മുൻ MLA ആണ് PC ജോർജ് എന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തിൽ ജനപ്രതിനിധിയായിരുന്ന ഒരു വ്യക്തിയെയാണ് കൈവിലങ്ങൊക്കെ വെച്ചിട്ട് പ്രതീകാത്മകമായിട്ട് കൈവിലങ്ങ് വെച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഉൾപ്പെടെ അപമാനിച്ചുകൊണ്ട് ആരാ നടത്തുന്നത്? ഇസ്ലാമിക രാഷ്ട്രം വേണമെന്ന് വാദിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള വെൽഫെയർ പാർട്ടി. ഇനി ഞാനിത് ഇസ്ലാമിക രാഷ്ട്രം വേണമെന്നൊക്കെ ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞോ എന്ന് പറഞ്ഞ് ആരും ചാടി വീഴണ്ട. നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യങ്ങളൊക്കെ എന്താണ് എന്നുള്ളത്. അതൊക്കെ ബോധമുള്ള മലയാളി ഗൗരവത്തിൽ ചിന്തിക്കുന്നുമുണ്ട്. ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ പാർട്ടിയായിട്ടുള്ള വെൽഫെയർ പാർട്ടി അധികാരത്തിൽ വന്നാൽ PC ജോർജിനെ പോലെയുള്ളവരെ ഇങ്ങനെ കൊണ്ടുപോകും എന്നുള്ളതല്ലേ ഈ പ്രതീകാത്മകമായിട്ടുള്ള സമരം കൊണ്ട് ഉദ്ദേശിക്കേണ്ടത്? ഏതായാലും ഇവർക്കും ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ട്, ഇവിടെ സകലതും പിടിക്കാമെന്നൊക്കെ. അപ്പോ ഇത്തരം ചിന്തയുള്ള വെൽഫെയർ പാർട്ടിയൊക്കെ എന്ത് കണ്ടിട്ടാണ്? മറ്റൊന്നുമല്ല, ഇവിടെയുള്ള മുസ്ലിം ജനസംഖ്യ കണ്ടിട്ട് തന്നെയാണ് ഇവരൊക്കെ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചതും വലിയ മലമറിക്കാമെന്ന് പറഞ്ഞ് ഇതില് നടക്കുന്നതും. അതൊക്കെ ഏതായാലും നമുക്ക് കാണാം എത്തരത്തിലാണ് മുന്നോട്ട് പോവുക എന്നുള്ളത്. പിന്നെ ഈ ജമാഅത്തെ ഇസ്ലാമിയൊന്നും ആരും തന്നെ വില കുറച്ച് കാണുകയും ചെയ്യരുത്. ബംഗ്ലാദേശിൽ ഉൾപ്പെടെ ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടന വളരെ കുറവായിരുന്നു, വളരെ കുറവ്. പക്ഷെ അവര് അവസരത്തിന് വേണ്ടി കാത്തിരുന്നു. ആ കുറഞ്ഞ ആളുകള് അവിടെയുള്ള ബംഗ്ലാദേശിലുള്ള സകല തീവ്രവാദികളെയും ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു സർക്കാരിനെ അട്ടിമറിക്കുക കൂടി ചെയ്തിട്ടുണ്ട് ബംഗ്ലാദേശില്. അതൊക്കെ തന്നെ ഗൗരവത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ടതാ. ആ ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെ ബംഗ്ലാദേശില് പിന്നീട് എന്താണ് ചെയ്തിട്ടുള്ളത് എന്നും നമ്മളൊക്കെ തന്നെ കണ്ടിട്ടുള്ളതാണ്. ഹൈന്ദവരെ, ക്രിസ്ത്യാനികളെ വേട്ടയാടിയതായിരുന്നു ബംഗ്ലാദേശിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. മതം നോക്കിയിട്ട് വേട്ടയാടലുകളായിരുന്നു ഈ ബംഗ്ലാദേശിൽ നിരന്തരം. പിന്നീട് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒക്കെ കൂട്ടില്, അതായത് ഇവരും സകല തീവ്രവാദ സംഘടനകൾ കൂടിയിട്ട് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഈ ബംഗ്ലാദേശിലെ ഭരണകൂടത്തെ അട്ടിമറിച്ചിട്ട് ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള സംഘടനകൾ അധികാരത്തിലേക്ക് എത്തിയ സമയം മുതൽ ബംഗ്ലാദേശില് ഹൈന്ദവർക്കോ ക്രിസ്ത്യാനികൾക്കോ മറ്റൊരു മതത്തിനും അവിടെ നിൽക്കാൻ സാധിച്ചിട്ടില്ല. ഓടിച്ചു, കൊലപ്പെടുത്തി, ക്രൂരതകൾ ചെയ്തു. ഇതൊക്കെ തന്നെ നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാണ്. നമ്മുടെ കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള വെൽഫെയർ പാർട്ടി കൈവിലങ്ങ് വെച്ച് ഈരാറ്റുപേട്ടയിലാണ് പ്രതീകാത്മക സമരം ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ടായിരിക്കും PC ജോർജ് ക്രൂരമായിട്ടുള്ള ഭാഷയിൽ പലപ്പോഴും ആളുകളെ കടന്നാക്രമിക്കാറുള്ളത്? ഈ ജിഹാദികളെയും തീവ്ര ചിന്താഗതിക്കാരെയും പ്രത്യേകിച്ച് ഈരാറ്റുപേട്ടയുമായി ബന്ധപ്പെട്ട് ഇതുകൊണ്ടൊക്കെ തന്നെയാ. നിങ്ങൾ കണ്ടില്ലേ, ഈരാറ്റുപേട്ടയിൽ മാത്രമല്ല ഇത്തരത്തിലുള്ളൊരു പ്രതിഷേധം നടന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ ഈരാറ്റുപേട്ടയിലായിരുന്നു വലിയ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയത്. അതുമായി ബന്ധപ്പെട്ടും PC ജോർജ് വ്യക്തമായിട്ട് പറഞ്ഞു, കേരളം കത്തിക്കാനുള്ള സ്ഫോടക വസ്തുക്കള് ഈരാറ്റുപേട്ടയിൽ നിന്ന് പിടിച്ചെടുത്തു.
അത് ഗൗരവത്തിൽ അന്വേഷിക്കണമെന്ന്. ആ പ്രഖ്യാപനങ്ങൾക്കൊക്കെ ശേഷമാണ് ഇപ്പൊ ഈരാറ്റുപേട്ടയിൽ വലിയ രീതിയിൽ പ്രതിഷേധ പ്രകടനം നടത്തുന്നത്. അതും കൈവിലങ്ങ് വെച്ചുകൊണ്ട്. എന്താണ് വെൽഫെയർ പാർട്ടിയൊക്കെ ലക്ഷ്യം വെക്കുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. SDPIക്ക്, അതായത് SDPI PC ജോർജിനെതിരെ ശക്തമായിട്ട് പ്രതിഷേധവും പരാതിയൊക്കെ ആയിട്ട് രംഗത്ത് വരുന്നു. മുസ്ലിം യൂത്ത് ലീഗ് പരാതി, ഈ പോലീസ് സ്റ്റേഷൻ മാർച്ച്, കോടതിയിലേക്ക് പോക്ക്, അങ്ങനെ സകലതുമായിട്ട് മുസ്ലിം ലീഗ് ഒരു ഭാഗത്ത്, മറ്റൊരു ഭാഗത്ത് യൂത്ത് കോൺഗ്രസ് PC ജോർജിനെതിരെ പരാതിയും സകലതുമായിട്ട് രംഗത്തിറങ്ങുന്നു. മറ്റൊരു ഭാഗത്ത് ഇതേ ലേറ്റസ്റ്റ് ആയിട്ട് വെൽഫെയർ പാർട്ടിയോ ഒറ്റക്കെട്ടായിട്ട് രംഗത്തിറങ്ങുന്നു. ഈ PC ജോർജ് കൃത്യമായിട്ട് ആർക്കെതിരെയാണ് നിരന്തരം നിലപാടെടുക്കാറുള്ളത്? നമുക്കറിയാം, ഈരാറ്റുപേട്ടയുമായി ബന്ധപ്പെട്ട് പോപ്പുലർ ഫ്രണ്ടിനെതിരെ, SDPIക്കെതിരെ നിരന്തരം പ്രഖ്യാപനങ്ങൾ നമ്മുടെ കേരളത്തില് ഈ പാർട്ടികൾക്ക്, അതായത് SDPIക്കും പോപ്പുലർ ഫ്രണ്ട്, രാജ്യത്ത് നിരോധിച്ച പോപ്പുലർ ഫ്രണ്ടിനെതിരെയും ശക്തമായ നിലപാടെടുത്ത പ്രധാനപ്പെട്ട ഒരു നേതാവാണ് PC ജോർജ്. സ്വാഭാവികമായിട്ടും SDPIയുടെ വലിയ ശത്രുവായിട്ട് PC ജോർജിനെ കാണുന്നുണ്ട്. അപ്പോ SDPIക്ക് ഏത് വിധേനയും PC ജോർജിനെ അടിച്ചമർത്തുക എന്നുള്ളത് തന്നെയാ അവരുടെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ട് മുസ്ലിം യൂത്ത് ലീഗ്, യൂത്ത് കോൺഗ്രസ്, വെൽഫെയർ പാർട്ടി ഇവരൊക്കെ ഒരുമിച്ച് നിൽക്കുന്നു. ബോധമുള്ള മലയാളികൾ ചിന്തിക്കേണ്ടതാ, എന്തുകൊണ്ട് PC ജോർജിനെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നു? ഓരോ ആളുകളും ഗൗരവത്തിൽ ചെയ്യണം, ചിന്തിക്കേണ്ടതാ. ഇത് ഈരാറ്റുപേട്ട ടൗണില് ഒരു മുൻ MLA ആണ് ഇതുപോലെ കൈവിലങ്ങ് വെച്ച് കൊണ്ടുപോകുന്നത്. എന്താണ് ഇവരുടെയൊക്കെ ലക്ഷ്യം? ഇവരുടെ നേതൃത്വത്തിലുള്ള ഭരണം വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതാണോ ഈ വിളിച്ചു പറയുന്നത്? പ്രതീകാത്മകമായിട്ടുള്ള അറസ്റ്റ്. അതിന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം, നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുഖം മൂടി വെച്ചുകൊണ്ടും PC ജോർജിന്റെ മുഖം മൂടി വെച്ച വ്യക്തിയുടെ അടുത്ത് വിശറി വെച്ച് വീശിക്കൊടുക്കുന്ന, അത്തരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥൻ വിശറി കൊടുത്ത് വീശിക്കൊടുക്കുന്ന ഒരു പ്രതീകാത്മകമായിട്ടുള്ള പ്രതിഷേധമാണ് വെൽഫെയർ പാർട്ടി ഈരാറ്റുപേട്ടയിൽ നടത്തിയിട്ടുള്ളത്. അത് ഈ പോലീസ് ഉദ്യോഗസ്ഥനെയും പിണറായി വിജയനൊക്കെ എന്തുകൊണ്ടാ ഇത് കേസെടുക്കാത്തത്? ഈ അടുത്ത് സ്ഫോടക വസ്തുക്കളുമായി ബന്ധപ്പെട്ട് വലിയ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തി, ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട് വലിയ ഒരു പ്രഖ്യാപനം നടത്തി, അതൊക്കെയായി ബന്ധപ്പെട്ട് പിണറായി വിജയന് അല്ലെങ്കിൽ പോലീസ് സംവിധാനം കേസെടുക്കാഞ്ഞിട്ടാണെങ്കിൽ അത് കേരള പോലീസ് വ്യക്തമാക്കി മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇതിൽ കേസെടുക്കാൻ ഒന്നുമില്ല എന്ന കേരള പോലീസ് മുന്നോട്ട് വെച്ചത്. കേസെടുക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ കേരള പോലീസിന് അത് കേസെടുക്കാൻ സാധിക്കൂ. ഇതൊന്നും പ്രശ്നമല്ല. ഏതു വിധേയനും PC ജോർജിനെതിരെ എന്തെങ്കിലും ചെയ്യണം. അതിനു വേണ്ടിയിട്ട് ഈരാറ്റുപേട്ടയില് വലിയ സംഘം ആളുകൾ PC ജോർജിനെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ തയ്യാറെടുത്തു എന്നുള്ളതല്ലേ നമ്മൾ ഇത്തരം പ്രതിഷേധങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കേണ്ടത്. ഈരാറ്റുപേട്ടയിലെ ഇത്തരം വെൽഫെയർ പാർട്ടി, ഇത്തരം ആളുകൾ, മുസ്ലിം യൂത്ത് ലീഗ്, യൂത്ത് കോൺഗ്രസ്, അതേപോലെ തന്നെ SDPI, ഇത്തരം പാർട്ടികളൊക്കെ തന്നെ PC ജോർജിനെ വളഞ്ഞിട്ട് ആക്രമിക്കാനാണ് തീരുമാനമെങ്കിൽ കേരളത്തിലെ ബോധമുള്ള സകല മലയാളികളും PC ജോർജിനൊപ്പം അടിയുറച്ചു നിൽക്കുമെന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് അങ്ങ് മനസ്സിലാക്കിക്കോളൂ.